പാലയിൽ നഗരസഭാ ഭരണം വീഴുകയാണ്. അവിശ്വാസ പ്രമേയം നടക്കാനിരിക്കെ വിപ്പ് ലംഘിച്ച് കോൺഗ്രസ് കൗൺസിലർമാർ നഗരസഭയിലെത്തി. യുഡിഎഫിനൊപ്പം ഉണ്ടായിരുന്ന 5 കൗൺസിലർമാരാണ് എത്തിയത്. ഷിനോജ് അവസാന വട്ടത്തെ കരുനീക്കങ്ങൾ എങ്ങനെ? രാഷ്ട്രീയ നാടകങ്ങൾ ഏറെ കണ്ടിട്ടുള്ള പാലാ നഗരസഭയിൽ ഇന്ന് മറ്റൊരു നാടകം കൂടി നടക്കുകയാണ്. ചെയർപേഴ്സണെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം എന്ന ചർച്ചയ്ക്കെടുക്കാനിരിക്കെ 11 മണിക്കാണ് ചർച്ച നടക്കാനിരിക്കുന്നത്. ആ ചർച്ച നടക്കാനിരിക്കെ അവിശ്വാസ പ്രമേയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെയും UDFിന്റെയും തന്നെ കൗൺസിലർമാർ തന്നെ ഇപ്പോൾ നേരിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്നലെ DCC നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഈ കോൺഗ്രസ് കൗൺസിലർമാർക്കൊക്കെ തന്നെ വിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ആ വിപ്പ് എന്ന് പറയുന്നത് ഇന്നത്തെ ഈ കൗൺസിൽ യോഗത്തിൽ ഹാജരാകരുത് എന്നതായിരുന്നു. പക്ഷേ വിപ്പിനെ പോലെ ലംഘിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ 4 കോൺഗ്രസിന്റെ കൗൺസിലറും ഒപ്പം കോൺഗ്രസിന്റെ വിമതയായി കോൺഗ്രസിന്റെ കൗൺസിലർ കൂടി നമുക്ക് വിചാരിക്കുകയാണ്. വിപ്പ് ലംഘിച്ചതോ? ഞങ്ങൾ ഈ വിഷയം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും മാധ്യമ പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ ഈ മീറ്റിങ്ങിന് ശേഷം അറിയിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ കൈപ്പറ്റിയായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി എല്ലാ വിശദീകരണം തരും. അപ്പം അത് പ്രസിഡന്റ് പറഞ്ഞത് അതൊരു ഇന്നലെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. ഈ മീറ്റിങ്ങിന് ശേഷം എല്ലാം കൃത്യമായിട്ട് പറയാം. ഇപ്പോഴൊരു പ്രതികരണം ഇല്ല. താങ്ക് യു. ഇപ്പം പ്രതികരണം ഇല്ല. മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്നാണ് നമ്മളെല്ലാം നേരത്തെ തന്നെ പറഞ്ഞാണ്. നിങ്ങളുടെ എല്ലാം മുമ്പിലും പൊതുജനത്തിന് മുമ്പിലും എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെ നടന്നു കഴിയുമ്പം പറയും. ഇവിടെ ഞങ്ങളുടെ ടോണി തൈപ്പറമ്പിൽ പറഞ്ഞല്ലോ, അതിൻ്റെ അത് തന്നെ പ്രതികരണങ്ങളൊക്കെ ഈ അവിശ്വാസ പ്രമേയം പാസ്സായതിനു ശേഷം എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ കൗൺസിലർമാരൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും പാസ്സാക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം വിപ്പ് ലംഘിച്ച ഈ യോഗത്തിൽ ഹാജരായത് തന്നെ അതിനു വേണ്ടിയാണ്. ഈ ചെയർപേഴ്സണെതിരെ ദിയാബിനു പുളിക്കക്കണ്ടത്തിനെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പുവയ്ക്കാനാണ് നിലവിൽ ഇപ്പോൾ UDFിന്റെ ഭാഗമായിരുന്ന 5 കൗൺസിലർമാരുടെ തീരുമാനമെന്ന് പറയുന്നത്. എന്തായാലും വലിയ അഭിമാനമായിട്ട് UDF പറഞ്ഞതാണ്. പ്രത്യേകിച്ച് 21 വയസ്സുള്ള ഒരാൾ ഒരു ചെയർപേഴ്സണായി വരുന്നു, രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സണായി വരുന്നു. അങ്ങനെ വലിയ അഭിമാനമായി പാലാ നഗരസഭയുടെ ഭരണം പിടിച്ചതാണ് UDF. പക്ഷേ ഭരണം കിട്ടി മാസങ്ങൾക്കുള്ളിൽ തന്നെ പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ തന്നെ 6 മാസം കഴിഞ്ഞപ്പോൾ അത് UDF വലിയ രീതിയിൽ ആഭ്യന്തര പ്രശ്നമായി മാറുന്ന നമ്മൾ കണ്ടതാണ്. അതെല്ലാം തന്നെ മുതലെടുത്തുകൊണ്ടാണ് LDF ഇത്തരത്തിലൊരു അവിശ്വാസവുമായി മുന്നോട്ട് പോയത്. പാസ്സാകുന്നതിനെ പ്രതീക്ഷ 100%. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞില്ല, ഇത് ഉറപ്പായിട്ടും പാസ്സാകുന്നു. കാരണം ഇത് രാഷ്ട്രീയമായ ഒരു പോരാട്ടമല്ല, ഇത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവിശ്വാസം ആദ്യം കൊടുത്തത് ഞങ്ങളല്ല, കോൺഗ്രസിലെ കൗൺസിലർമാരും അവരുടെ മണ്ഡലം പ്രസിഡന്റും വാർഡ് പ്രസിഡന്റും എല്ലാം കൂടി സാങ്കേതികമായിട്ട് കൊടുത്തു. അത്രേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ കടമയാണല്ലോ. അപ്പോൾ ഭരണത്തിന് അനിശ്ചിതത്വം വരുമ്പോൾ സുസ്ഥിരമായ ഒരു ഭരണം വരുത്തേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ. ആ കടമ ഞങ്ങൾ നിർവഹിച്ചു മാത്രമേ ഉള്ളൂ. അതിൻ്റെ അത് വേറെ ഒരു റോൾ ഞങ്ങൾക്കില്ല. പാസ്സായി കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള അല്ല, അത് ഞാൻ പറഞ്ഞില്ല, ഈ അവിശ്വാസം പാസ്സാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ അവിശ്വാസത്തിൽ ഈ നീതിക്ക് വേണ്ടി ആരൊക്കെ പിന്തുണയ്ക്കുന്നുണ്ടോ അവരെല്ലാം അടുത്ത ഭരണത്തിന് യോഗ്യരാ. അവരുമായിട്ട് സഹകരിച്ചു പോകുന്ന ഞങ്ങൾക്ക് മടിയില്ല. ആരാണേലും ഇതിൻ്റെ അകത്ത് ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സഹകരിക്കുന്ന ആരുമായിട്ടും സഹകരിച്ചു പോകും. അതേപോലെ കോൺഗ്രസിനുള്ളതല്ല വിഷയം. നമ്മളെ സംബന്ധിച്ച് കോൺഗ്രസ് വന്നല്ല, ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ആരൊക്കെ സഹായിക്കുന്നുണ്ടോ അവരെ ഞങ്ങൾ സഹായിക്കും. അത്രേ ഉള്ളൂ. കോൺഗ്രസിന് കൈയെടുക്കാൻ പാടില്ല. അല്ല, കോൺഗ്രസ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നീതിക്ക് വേണ്ടി ഇപ്പം പോരാട്ടത്തിൽ അതിനെ സഹായിക്കുന്നവരെ ഞങ്ങൾ സഹായിക്കും. എന്തായാലും വേണമെങ്കിൽ കോൺഗ്രസിന് വേണമെങ്കിൽ ഒപ്പം നിൽക്കാൻ തയ്യാറാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ രതീഷ് നമുക്ക് നേരത്തെ തന്നെ അറിയാം. കാരണം 6 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് തന്നെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പേരിലാണ് കേരള കോൺഗ്രസ് എം LDFിലേക്ക് പോകുന്നത്. UDFിൽ നിന്ന് LDFിലേക്കൊക്കെ തന്നെ പോകുന്നത്. വീണ്ടും 6 വർഷങ്ങൾക്ക് ശേഷം കോട്ടയത്ത് തന്നെ മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനകത്ത് നടക്കുന്ന തർക്കത്തിൻ്റെ പേരിൽ LDFിൽ നിന്ന് കേരള കോൺഗ്രസ് എം UDFിലേക്ക് എത്തുന്നുണ്ടോ എന്നാണ് മറ്റൊരു രാഷ്ട്രീയ കൗതുകമെന്ന് പറയുന്നത്. എന്തായാലും 11 മണിക്കാണ് നിർണായകമായ അവിശ്വാസ പ്രമേയ ചർച്ച ഞാനിപ്പോൾ നിൽക്കുന്ന പാലാ നഗരസഭയിൽ നടക്കാൻ പോകുന്നത്. എന്തായാലും നിൽക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വ്യക്തമാണ്. ഈ ചർച്ചയിൽ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിലവിൽ ഇപ്പോൾ ഹാജരായിരിക്കുന്ന ആളുകൾ പങ്കെടുക്കും. കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ ഉൾപ്പെടെ പങ്കെടുക്കും. അതിനുശേഷം ആ പ്രമേയ നോട്ടീസിൽ അവർ ഒപ്പുവയ്ക്കും. അങ്ങനെയാണെങ്കിൽ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായ ദിയാബിനു പുളിക്കക്കണ്ടത്തിന്റെ ചരിത്രം